Hello everyone, it's Milichus Kochikari Chaiti. Welcome back to my YouTube channel. So, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നേക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന നമ്മുടെ മിനി കൂപ്പറിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തേക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഫുൾ വ്ളോഗും കൂടി എടുക്കാമെന്നുള്ളത്. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നിങ്ങൾ നോക്കിക്കേ. ഈ വണ്ടിയുടെ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇത് ആക്ച്വലി ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇതൊരു ആക്ട്രസിൻ്റെ വണ്ടിയാണ് നമുക്കിന്ന് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വരുമ്പോഴത്തേക്കും 2012 മോഡല് മിനി കൂപ്പർ എസ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2012 ആ ഒരു ടൈമിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നോക്കിക്കുക, പനോരമിക് സൺറൂഫൊക്കെ വരുന്നുണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. അതും ആകെ 56,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻ്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 അല്ല, ഒരു 80-85% 4 ടയേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയാനായിട്ടുള്ള മിനിമോളെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വർണ്ണിക്കേണ്ടി വരും. പക്ഷേ ഇപ്പം ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല, ബിക്കോസ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോയാണ്. കാരണം ഈ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് വന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എടുത്തതാണ്. സോ ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രിപ്പയർഡ് ഒന്നും അല്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ യൂട്യൂബിന് മറ്റേ ഫുഡ് കൊടുക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണ്ടേ, അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് പുറത്തുനിന്നുള്ള ആ ഒരു ഇൻറ്റീരിയർ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട്? ഭയങ്കര ബ്യൂട്ടി. എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അല്ല, എക്സ്റ്റീരിയർ. എൻ്റെ ക്യാമറമാൻ തിരുത്തി തന്നതിൽ വളരെയധികം നന്ദി. എന്താ വേറെ പറയാൻ, എനിക്ക് ഒറ്റയടിക്ക് പറയാൻ കിട്ടുന്നില്ല. അതാണ് സംഭവം. സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ് എന്നെ. അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് എനിക്കൊരു വ്ളോഗ് എടുക്കേണ്ടി എനിക്ക് വന്നു. അതാണ് എൻ്റെ ഒരു വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം ഒരു ഫസ്റ്റ് ടേക്കിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാം പെട്ടെന്ന് എടുത്ത് തീർക്കുക എന്നുള്ളത്. അതാണ് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വ്ളോഗ് ആണെന്നുണ്ടെങ്കിലും ഒറ്റ ടേക്കിൽ തന്നെ പരിപാടി തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഷോർട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് വ്ളോഗിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ടിങ് അത്ര ഇല്ല. അതാണ് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, ആദ്യത്തെ ടേക്കിൽ തന്നെ ഒറ്റ ടേക്കിൽ തന്നെ ഞാൻ പിക്കപ്പോഴും റെഡിയാക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാൻ ചെയ്ത്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. നിക്ക് ഒരു മിനിറ്റ് അല്ല നിക്ക് ഒന്ന് സെറ്റാവട്ടെ. അങ്ങനെയല്ല കട്ട് ചെയ്യും ഞാൻ കൊടുക്കാനുള്ള വണ്ടിയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടെ കാര്യം പറയാതാണ്. കട്ട് ചെയ്യ്. നിങ്ങൾ ആക്ച്വലി ഒരു സ്റ്റൈൽ, ഒരു ഫൺ, അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് സ്കില്ലായിട്ടുള്ളൊരു കാറാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി കൂപ്പർ എന്താണെന്നുള്ളത് അത് ഈ വണ്ടി ഓടിച്ചവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. സോ ഇന്ന് നമുക്കൊരാളും കൂടെ ഉണ്ട് കേട്ടത്. ആളവിടെ ഉണ്ട്. ഹായ്, വന്നേ. മിനിമോളെ പറ്റിയിട്ട് 2 വാക്ക് പറ. വാ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. വണ്ടി കൊണ്ടുപോയിക്കോട്ടെ ഞാൻ. എടാ നീ എങ്ങോ ഓക്കെ. മിനിമോളെ കൊണ്ടുപോയിക്കോട്ടെ, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. എടാ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അത് ഞാൻ വന്ന് എടുത്ത് നമുക്കൊന്ന് ഡ്രൈവ് പോയിട്ട് വരാം. വാ. അയ്യോ, കൊച്ചിനൊന്ന് എടുക്കട്ടെ. എന്താണ് പറയാനുള്ള? മിനിനെ കൊണ്ടുപോയിക്കോട്ടെ, വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. ഹലോ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. എന്നാ അപ്പൊ നമുക്ക് പോയാലോ, ഒരു ഡ്രൈവ് പോയിട്ട് വന്നാലാ? മിനിയിൽ നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വന്നാലാ? ഇതെന്താണ് നോക്കി, മുടി നോക്കി നല്ല സ്പൈക്കൊക്കെ ചെയ്ത് വെച്ചേക്കണ്. എന്താണ് ഇഷ്ടമുള്ള വണ്ടിയുടെ 2 പേര് പറഞ്ഞേ. ലിയോ. എടാ എനിക്ക് വലുതാവുമ്പോഴത്തേക്കും ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് ഏത് വണ്ടി എടുക്കണമെന്ന് ഇഷ്ടം? ഏതാണ്? ഡിഫൻഡറാ? ഏത് കളറാ എടുക്കണേ? ഡിഫൻഡർ. എന്താണ്? ഗ്രീൻ ആണോ? അയ്യോ എന്റെ ഫേവറേറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ 2 പേർക്കും കൂടെ ഒരുമിച്ച് എടുത്താലോ ഡിഫൻഡർ? നമുക്ക് ഒരുമിച്ച് എടുത്താലോ ഡിഫൻഡർ?
ഇവിടെ ഉണ്ടോ ഡിഫൻഡർ? ഇവിടെ ഇപ്പൊ മിനിമോള് മാത്രല്ലേ ഉള്ളൂ. ഇത് ഏത് വണ്ടിയാണത്? ഇത് ഏത് വണ്ടിയാ? ആ, മിനി കൂപ്പർ. ഇവരുടെ ഒരു പ്രത്യേക തരം ഭാഷയാണ് ഇത്. നമുക്ക് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ബിക്കോസ് അവരുടെ ഡാഡ്, മമ്മ, സിസ്റ്റേഴ്സ് ഇവർക്ക് മാത്രമേ പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഭാഷയാണ് ഇവരുടേത്, അല്ലേടാ? അത് വായിൽ കൈയിടല്ലേ, അത് ശരിയല്ല. വേറെ എന്തെങ്കിലും പറയണ്ട. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകണേണ് കേട്ടാ. മിനിമോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വന്നത് ഞാൻ. ദൈവമേ, കണ്ണൊക്കെ തുറന്നിട്ടാ. മിനിമോളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വന്നത്. കൊണ്ടുപോയിക്കോട്ടെ ഞാൻ? നോ. അതെന്താ? ഇതെനിക്ക് സെയിലിന് വേണ്ടിട്ട് വന്നേക്കണ വണ്ടിയാണ്. സെയിൽ ചെയ്യാൻ പോണാണ്. കച്ചവടം ഒക്കെ ഉണ്ടേ. കച്ചവടം ചെയ്യണ്ടേ വണ്ടി? വണ്ടി കൊണ്ടുപോണില്ല കേട്ടാ. വണ്ടിയെ കൊണ്ടുപോണില്ല. എടാ എന്തെന്നൊന്നും മിണ്ടടാ. എന്നെ അറിയാവോ കൊച്ചിനറിയാം എന്നാ? എവിടാ? അയ്യോ പാവട്ടാ. അവനാണെങ്കിൽ അന്തം വിട്ടാ കുന്തം പോലെ ഇരിക്കണത്. അയ്യോ. അപ്പൊ നമ്മള് അവന്റെ മിനി കൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് വിളിച്ചോട്ടോ. വാ, ഒരു ഡ്രൈവ് പോയിട്ട് വരാവാ. മിനി കൂപ്പറിൽ ഒരു ഡ്രൈവ് പോയിട്ട് വരാവാ. കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബൈ. കുറച്ചേരം ഇവനായിട്ട് കളിക്കട്ടെ. വാടാ. ഓൻ്റെ ഒന്നുമല്ല, ഇതെന്റെ ആറന്ന് പോയേ. ഇതാണ് ഈ പ്രശ്നം. ഓക്കെ, അതെ, എനിക്കിതൊന്നും അങ്ങനെ ഓടിച്ചില്ല, ഒന്നുമില്ല. നമുക്ക് റൈറ്റ് അല്ലേ? So